ഒട്ടും തന്നെ പുതുതല്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പീഡാനുഭവ പ്രവചനങ്ങൾ. മുന്നറിയിപ്പില്ലാതെ വന്നവനായിരുന്നില്ല ഈശോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാരും മറ്റ് പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈശോയുടെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം എന്നിവ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച കുരിശുമരണം എന്നത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു അത്യാഹിതമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലായിരുന്നു. അതേക്കുറിച്ച് ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ജെറുസലേമിലേക്കുള്ള തൻ്റെ യാത്രയിൽ, പ്രത്യേകിച്ച് 2-ാം ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് തൻ്റെ പീഡാനുഭവ കുരിശുമരണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 3 പ്രവചനങ്ങളാണ് ഈശോ നടത്തിയത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിലും 22-ാമത്തെ അധ്യായത്തിലും 17-ാം അധ്യായത്തിലും നാം ഇത് കാണുന്നുണ്ട്. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവരെ പഠിപ്പിച്ചു. പാപമൊഴികെ മനുഷ്യൻ്റെ സകല ബലഹീനതകളും ശരീരത്തിലേറ്റാണ് താൻ മരിക്കുന്നത് എന്ന് ഈശോ ഇങ്ങനെ അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയാണ്. 2-ാമത്തെ പ്രവചനം വളരെ ചെറുതായൊരു പ്രവചനമാണ്. എന്നാൽ 3-ാം പ്രവചനത്തിൽ വളരെ ഭംഗിയായിട്ട് കൂടുതലായിട്ട് അത് വിശദീകരിച്ചിരിക്കുന്നു. അവൻ 12 പേരെയും വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറൂസലമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. വ്യക്തമായ പ്രവചനം. എന്നാൽ സൂചിപ്പിക്കുന്ന മറ്റു പല പ്രവചനങ്ങളുമുണ്ട്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുവാൻ 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കാമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. പഴയ നിയമവുമായി ബന്ധിപ്പിച്ച് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുന്നതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഉയർത്തുക എന്ന് പറഞ്ഞാൽ കുരിശുമരണത്തെ തന്നെയാണ് ഇവിടെ ഓർമ്മിക്കുക. അതുവഴി ഈശോ മഹത്വീകരിക്കപ്പെടുന്നു എന്നും ഈശോ പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ ഈശോ സബദീപുത്രന്മാരോട് പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാറുണ്ട്, അത് പൂർത്തിയാക്കുക ഞാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 31-33 വാക്യങ്ങളിൽ ജെറുസലമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകനും നശിക്കുക സാധ്യമല്ല എന്നത് ഈശോ പറഞ്ഞത് ജെറൂസലത്ത് വെച്ച് അവിടുന്ന് മരിക്കാനിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ഇങ്ങനെ നിരവധിയായ പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള എമ്മാവൂസ് യാത്രയിൽ ഈശോ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ മനസ്സ് തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മിശിഹ സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന്. ആദിമസഭയിൽ ശ്ലീഹന്മാരുടെ
പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഈശോയുടെ കുരിശുമരണമായിരുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന വലിയ സത്യമാണ് അവരോട് പറഞ്ഞത്. ഈശോയുടെ കുരിശുമരണം അപ്പസ്തോല നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ നിരവധി പ്രാവശ്യം ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലും വീണ്ടും അതേക്കുറിച്ച് തൻ്റെ അഭിഷേകത്തിനുവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. പൗലോസിൻ്റെ പ്രസംഗങ്ങളിൽ വീണ്ടും ഈ യാഥാർത്ഥ്യം, ഈ വലിയ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. കൊരിന്ത്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 15-ാം അധ്യായം 3-ാം വാക്യം. പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, മിശിഹ സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തരമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഈശോയെ നാം കാണുമ്പോൾ അവൻ്റെ കുരിശിനോടൊപ്പമാണ് നാം അവനെ കാണേണ്ടത്. ഈശോയെ നാം കാണുമ്പോൾ കുരിശിൽ മരിച്ച ഈശോ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കുരിശിലെ മരണത്തോടുകൂടി അവൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കുരിശ് കാണുമ്പോൾ ഈശോയാണെന്ന ബോധ്യമുണ്ടാകണം. ഈശോയെ കാണുമ്പോൾ കുരിശില്ലാതെ ഒരു ഈശോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകണം. കുരിശില്ലാതെ ഈശോ ഇല്ല, കുരിശ് ഈശോയിൽ യേശുകയും ഇല്ല എന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. ഈശോയുടെ മരണം അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ലല്ലോ. ചരിത്രപരമായ അനേകം വിശദീകരണങ്ങൾ അതിന് കണ്ടെത്താമെങ്കിലും ആത്യന്തികമായി അത് ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നു. പറുദീസായിലെ നന്മ തിന്മകൾ വേർതിരിച്ച് അറിയാനായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത ആ വൃക്ഷം മുതൽ കാൽവരി മലയിലെ നാട്ടപ്പെട്ട കുരിശുവരെ ഈശോയുടെ കുരിശുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ പറ്റും. രക്ഷാകര ചരിത്രം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് കുരിശിൻ്റെ തണലാണ്. മരുഭൂമിയിൽ വെച്ച് അവർക്ക് അനുഭവിക്കാൻ സാധിച്ച ആ സാന്ത്വനം, പകൽ സമയത്ത് അവരനുഭവിച്ച ആ നിഴൽ, അത് കുരിശിൻ്റേതാണ്. കുരിശിൻ്റെ തണലിൽ നമുക്ക് അഭയം തേടാം. കുരിശിൽ മരിച്ച ഈശോ നമ്മെ നോക്കി കൃത്യമായി പറയും, നിനക്കു വേണ്ടി ഞാനിവിടെ ആയിരിക്കുന്നു, നീ എനിക്കു വേണ്ടി ലോകത്തിൽ ആയിരിക്കുക. ക്രൂശിതൻ നമ്മുടെ ജീവിതത്തിലെ അടയാളം, കുരിശ് നമ്മുടെ ജീവിതത്തിലെ കൊടിയടയാളം. ആകസ്മികമായി സംഭവിച്ചതല്ലല്ലോ കുരിശ് മരണം ഈശോയ്ക്ക്. നമുക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകട്ടെ. ഒന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല. രോഗമാകട്ടെ, വേദനയാകട്ടെ, ശാരീരികമോ മാനസികമോ ആകട്ടെ, എന്തു വേദനകളും ഈശോ അനുവദിക്കുന്നതാണ്. പിതാവായ ദൈവം പുത്രന് അനുവദിച്ച വലിയ അനുഗ്രഹമാണ് കുരിശ്. ആ കുരിശിലെ വേദനകൾ ഈശോ നമുക്ക് അനുവദിക്കുന്നത് അവനോടൊപ്പം ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാനായിട്ടാണ്. അതുകൊണ്ട് ഈശോയോടൊപ്പം കാൽവരി മലയിലേക്ക് ക്രൂശിതനായ നാഥനോടൊപ്പം നമ്മെ തന്നെ ക്രൂശിക്കുവാൻ നോമ്പുകാലത്ത് നമുക്ക് ഒരുങ്ങാം.